ആശാമാരെ നമസ്കാരമുണ്ട്. അഭിലാഷാണ്, ഷൈൻ ടെക് ബൈക്സ് കത്തിരിക്കട എറണാകുളം. ഇത് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇലക്ട്രിക്കലായിട്ടുള്ള വർക്കുകളിലുള്ള കംപ്ലൈൻറ്റുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു എളുപ്പമാർഗ്ഗമാണ് വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ്. വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സാധാരണ ബാറ്ററി വോൾട്ടേജ് നോക്കുന്ന പോലെ തന്നെ ഡി സിയിലായതുകൊണ്ട് തന്നെ ഡി സിയിൽ 20 വോൾട്ട് വെക്കുക. നമ്മുടെ വണ്ടിയൊക്കെ 12 വോൾട്ടിൻ്റെ ആയ കാരണം തന്നെ DC 20 വെക്കുക. നമ്മുടെ ബാറ്ററി ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ വെക്കുക. അതിനുശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇത് എപ്പോഴും ആ ലൈൻ ലോഡ് കണ്ടീഷനിലായിരിക്കണം. അതായത് ചാവി ഓണായിരിക്കണം, ലോഡ് കണ്ടീഷനിലായിരിക്കണം. നെഗറ്റീവാണ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവേന്ന് നെഗറ്റീവ് ലൈനിലേക്ക് മാത്രം കണക്ട് ചെയ്യുക. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവേന്ന് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം. നെഗറ്റീവിൽ ഞാൻ കണക്ട് ചെയ്യുന്നു. മറ്റേ ഒരു പ്രോബ് ഞാൻ നെഗറ്റീവ് കണക്ട് ചെയ്തു. ബാറ്ററി DC വോൾട്ടിലാണ്, ചാവി ഓണാണ്. അതിനുശേഷം ബോഡി എർത്ത് ചെക്ക് ചെയ്യുക. നെഗറ്റീവേന്ന് നെഗറ്റീവേലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ബോഡിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വോൾട്ടേജ് കാണിക്കുമോ ഇല്ലയോ? ഇതുണ്ടോ, ഇപ്പോൾ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. ഇതാണ്ട, ഞാൻ നേരത്തെ ചേസയിലാണ് കൊടുത്തിരിക്കുന്നത്, എഞ്ചിനെ കൊടുത്തിട്ടുണ്ട്. ഒരു വോൾട്ടേജും ഡ്രോപ്പ് കാണിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാണോ വോൾട്ടേജ് ഡ്രോപ്പ് അതിവിടെ കാണിക്കും. നെഗറ്റീവേന്ന് നെഗറ്റീവിലോട്ട് കൊടുക്കുമ്പോൾ ഒരു വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ്. അതായത് ഒന്നെങ്കിൽ ഈ നട്ട് ലൂസാകാം, അല്ലെങ്കിൽ ക്ലാവ് പിടിക്കാം, എർത്ത് വയറിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. നെഗറ്റീവ് കൊടുത്തേക്കുന്നു. ഞാൻ ബോഡിയിൽ ഈ സ്ക്രൂവിലോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല ഇവിടെ. നമ്മൾ വിചാരിക്കും നെഗറ്റീവേന്ന് നെഗറ്റീവിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താടാ കറണ്ട് വരുമോ, നീ എന്താ പറയുന്നതെന്ന് ചോദിക്കും. പക്ഷെങ്കിൽ അങ്ങനെ ഒരു കറണ്ട് വരും. അപ്പോൾ ഞാൻ എൻ്റെ കൈ തൊട്ടിട്ട് എൻ്റെ കയ്യിലൊന്ന് തൊട്ട് നോക്കുകയാണ്. ഉണ്ടോ, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടോ അവിടെ? അതിനർത്ഥം ഇവിടെ കറക്റ്റായിട്ട് എർത്ത് കിട്ടുന്നില്ല എന്നാണ് അതിനർത്ഥം. ഉണ്ടോ? പക്ഷെ ഞാനിത് ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്. ഈ ബോൾട്ടിന് ഇവിടെ എന്തെങ്കിലും ക്ലാവോ ഇതിനെന്തെങ്കിലും ലൂസോ ഈ വയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഒരു വോൾട്ടേജ് കാണിക്കും. ഇവിടെ കാണിക്കുന്ന വോൾട്ടേജ് എത്രയാണോ അത് ഡ്രോപ്പായി പോവുകയാണെന്ന് തന്നെ അർത്ഥം. അതായത് അത്രയും വോൾട്ട് അവിടെ കിട്ടുന്നില്ല, ഡ്രോപ്പായി പോകുന്നു എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ നെഗറ്റീവ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവേന്ന് നെഗറ്റീവിലോട്ട്, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവേന്ന് പോസിറ്റീവ് ലൈനിലോട്ട് ചെക്ക് ചെയ്യണം. ഇങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് ചെക്ക് ചെയ്യുക. ഇത് നമ്മുടെ പണി ഭയങ്കരമായിട്ട് ഈസി ആക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. ഇത് കറക്റ്റ് എവിടെയാണ് കംപ്ലൈൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോൾട്ടിനാണോ കംപ്ലൈൻറ്റ്, അതോ ഈ ടെർമിനലാണോ കംപ്ലൈൻറ്റ്, അതോ ഈ ലീഡിനാണോ കംപ്ലൈൻറ്റ്, എവിടെയാണ് കംപ്ലൈൻറ്റ് നമുക്ക് എക്സാക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ്. അത് ചെക്ക് ചെയ്യുന്നത് സാധാരണ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, നെഗറ്റീവേന്ന് നെഗറ്റീവിലേക്കും പോസിറ്റീവേന്ന് പോസിറ്റീവിലേക്കും മാത്രം ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ടെസ്റ്റിങ് ഇന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇന്ന് ആളുകൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ.